ഒരു നിമിഷം ശ്വാസം മടക്കി പിടിച്ച് ആ ശബ്ദമൊന്ന് കേട്ടു നോക്കൂ. ഇത് വെറും ഒരു വണ്ടിയുടെ ഇരമ്പലല്ല. ഇത് മനുഷ്യൻ തന്റെ ബുദ്ധി കൊണ്ട് പ്രകൃതിയുടെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന ശബ്ദമാണ്. മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗത, കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ ഒരു ലോക പക്ഷിയെ പോലെ ട്രാക്കിനെ കീറി മുറിച്ച് പായുന്ന യന്ത്രങ്ങൾ. ഭൗതിക ശാസ്ത്രം തോറ്റുകൊടുക്കുന്നിടത്തു നിന്നാണ് യഥാർത്ഥത്തിൽ ഇവന്റെ കളി തുടങ്ങുന്നത്. മരണം ഒരു ബട്ടണിൽ നിർത്തി ഓരോ മില്ലി സെക്കൻഡുകളും ആയിരക്കണക്കിന് ഡാറ്റകൾ വിശകലനം ചെയ്ത് റോട്ടിലൂടെ പായുന്ന വിമാനങ്ങൾ. ഇത് വെറും ഒരു കാറോട്ടമല്ല, ഇത് മനുഷ്യന്റെ ബുദ്ധിയുടെയും സാങ്കേതിക വിദ്യയുടെ കരുത്തും തമ്മിലുള്ള യുദ്ധമാണ്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ, ഏറ്റവും അപകടം പിടിച്ച, ഏറ്റവും വേഗതയേറിയ സയൻസ് പ്രോജക്റ്റ്. സ്വാഗതം ഫോർമുല 1ന്റെ അവിശ്വസനീയമായ ലോകത്തേക്ക്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാലോ വാർത്തകൾ ശ്രദ്ധിച്ചാലോ സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരുണ്ട്, F1 അല്ലെങ്കിൽ ഫോർമുല 1. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വരെ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചു പേര് മാത്രം സംസാരിച്ചിരുന്ന ഈ കായിക വിനോദം എങ്ങനെയാണ് പെട്ടെന്ന് ഒരു തരംഗമായി മാറിയത്? വെറും ഒരു കാറോട്ടം എന്നതിനുമപ്പുറം ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരു വികാരമായി ഇതെങ്ങനെ വളർന്നു? ഡ്രൈവ് ടു സർവൈവ് എന്ന സീരീസ് ഈ ആവേശത്തിന് തീകൊളുത്തി എന്നത് സത്യമാണ്. എന്നാൽ വെറും ഒരു 3 ദിവസത്തെ ആവേശത്തിനായി വൻകരകൾ കടന്ന് കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി ലക്ഷക്കണക്കിന് ആളുകൾ ട്രാക്കിന് ചുറ്റും തടിച്ചുകൂടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കുന്നതിനും വലിയൊരു ലോകമുണ്ട്. ആധുനിക മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ യന്ത്രങ്ങളുടെ ഈ പോരാട്ടം ഇന്ന് ഭൂഖണ്ഡങ്ങൾ ഭേദിച്ച് ഒരു ആഗോള ലഹരിയായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഫോർമുല 1? ഇതിനെ വെറും ഒരു കാറോട്ട മത്സരം എന്ന് വിളിക്കുന്നത് വലിയൊരു തെറ്റായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് റോട്ടിലൂടെയുള്ള ഒരു സ്പേസ് പ്രോഗ്രാമാണ്. ഒരു റോക്കറ്റ് വിക്ഷേപിക്കുവാൻ ശാസ്ത്രജ്ഞന്മാർ എത്രത്തോളം കൃത്യതയും ശ്രദ്ധയും നൽകുന്നുണ്ടോ അതേ ഗൗരവത്തോടെയാണ് ഓരോ F1 ടീമും തങ്ങളുടെ കാറുകളെ സമീപിക്കുന്നത്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, വെറുതെ ട്രാക്കിൽ വട്ടം കറങ്ങുന്ന ഈ കാറുകൾക്ക് വേണ്ടി ഇത്രയധികം പണവും സാങ്കേതിക വിദ്യയും പാഴാക്കണോ എന്ന്. എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ അതിന്റെ അണിയറയിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ശാസ്ത്രത്തിന്റെ അത്ഭുതകരമായ ഒരു പ്രപഞ്ചം നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും. മറ്റു റേസിംഗ് മത്സരത്തിൽ നിന്ന് F1നെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഉദാഹരണത്തിന് ഇൻട്രി കാർ റേസിംഗ് എല്ലാ ഡ്രൈവർമാർക്കും നൽകുന്നത് ഒരേപോലത്തെ കാറുകളാണ്. അവിടെ മത്സരം ഡ്രൈവർമാർ തമ്മിലാണ്. എന്നാൽ F1ൽ കളി മാറുന്നു. ഇവിടെ ഓരോ ടീമും തങ്ങളുടെ കാർ 0ൽ നിന്ന് സ്വയം ഡിസൈൻ ചെയ്യണം. റെഡ് ബുള്ളും ഫെറാറിയും മെഴ്സിഡീസും ഉപയോഗിക്കുന്ന കാറുകൾ കാഴ്ചയിൽ ഒരേപോലെ തോന്നിക്കുമെങ്കിലും അവയുടെ എഞ്ചിനിലും എയറോഡൈനാമിക്സിലും വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രൈവർമാരുടെ പോരാട്ടം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാരുടെ ബുദ്ധിപരമായ യുദ്ധം കൂടിയാണ്. സ്പേസ് ഓഫ് നൈറ്റ്സ് അല്ലെങ്കിൽ ബുദ്ധിരാക്ഷസന്മാരുടെ കളി എന്നിതിനെ വിളിക്കുവാൻ കാരണവും മറ്റൊന്നുമല്ല. നമുക്കിനി റൈസ് വീക്കെൻഡിലെ ആവേശത്തിലേക്ക് വരാം. ഒരു ഗ്രാൻഡ് പ്രീ എന്ന് പറയുന്നത് വെറും ഒരു ഞായറാഴ്ചത്തെ കാറോട്ടം മാത്രമല്ല. വെള്ളിയാഴ്ച പ്രാക്ടീസ് സെക്ഷനുകൾ മുതൽ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങും. ശനിയാഴ്ച നടക്കുന്ന ക്വാളിഫയിങ് ആണ് ഏറ്റവും നിർണായകം. അന്ന് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ലാപ്പ് പൂർത്തിയാക്കുന്നവർക്ക് പോൾ പൊസിഷൻ ലഭിക്കും. അതായത് ഞായറാഴ്ചത്തെ പ്രധാന റേസിൽ ഏറ്റവും മുന്നിൽ നിന്ന് വണ്ടി ഓടിക്കുവാനുള്ള സുവർണ അവസരം. മറികടക്കുവാൻ പ്രയാസമുള്ള ട്രാക്കുകളിൽ പോൾ സെക്ഷൻ നേടുക എന്നത് വിജയത്തിന്റെ പകുതി ഉറപ്പായ പോലെയാണ്. മത്സരം കഴിയുമ്പോൾ ആദ്യ 10 സ്ഥാനക്കാർക്ക് ലഭിക്കുന്ന പോയിന്റുകളാണ് ചാമ്പ്യൻഷിപ്പ് നിർണായകമാക്കുന്നത്. ഇവിടെയാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഡ്രൈവർമാർക്ക് വേണ്ടിയുള്ള വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും ഓരോ ടീമും അല്ലെങ്കിൽ കാർ നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്ക് വേണ്ടിയുള്ള ചാമ്പ്യൻഷിപ്പും ഇവിടെയുണ്ട്. ടീം ജയിക്കുവാൻ വേണ്ടി 2 ഡ്രൈവർമാരും സഹായിക്കണം. എന്നാൽ ലോക ചാമ്പ്യനാകാൻ സ്വന്തം ടീമിനെ തന്നെ തോൽപ്പിക്കണം. സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്ന സെക്കൻഡിലെ 1000-1 അംശത്തിനു വേണ്ടി പോരടിക്കുന്ന ഈ മാനസിക സംഘർഷമാണ് F1നെ ഇത്രയും അധികം ആകർഷകമാക്കുന്നത്. ഈ കാറുകളുടെ സാങ്കേതിക വിദ്യയിലേക്ക് വന്നാൽ അത് ഏത് എഞ്ചിനീയറെയും അത്ഭുതപ്പെടുത്തും. ലളിതമായി പറഞ്ഞാൽ ഒരു വിമാനം തല തിരിച്ചിട്ടാൽ എങ്ങനെയായിരിക്കുമോ അതാണ് F1 കാർ. വിമാനത്തിന്റെ ചിറകുകൾ അതിന്റെ വായുവിലേക്ക് ഉയർത്തുവാൻ സഹായിക്കുമ്പോൾ F1ലെ ചിറകുകൾ കാറിന്റെ റോട്ടിലേക്ക് ശക്തമായി അമർത്തുവാൻ സഹായിക്കുന്നു. ഇതിനെയാണ് ഡൗൺ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു F1 കാർ അതിന്റെ ടോപ്പ് സ്പീഡിൽ ടണലിന്റെ മേൽക്കൂരയിലൂടെ തലകീഴായി ഓടിച്ചാൽ പോലും താഴെ വീഴില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഇതാണ് എയറോഡൈനാമിക്സിന്റെ കരുത്ത്. റൈസിന്റെ നിങ്ങൾ കേൾക്കുന്ന DRS അഥവാ ഡ്രാഗ് റിഡക്ഷൻ സിസ്റ്റം എന്നത് ഒരു മാജിക് സ്വിച്ച് പോലെയാണ്.
മുന്നിലുള്ള കാറിനെ മറികടക്കുവാൻ ഡ്രൈവർ ഒരു ബട്ടണിൽ അമർത്തുമ്പോൾ കാറിന്റെ പിൻചിറകിലെ പാളി തുറക്കുകയും വായുവിന്റെ തടസ്സം കുറയുകയും ചെയ്യുന്നു. ഇത് കാറിന് പെട്ടെന്നൊരു എക്സ്ട്രാ ബൂസ്റ്റ് നൽകുന്നു. അതുപോലെ തന്നെ പിറ്റ് സ്റ്റോപ്പും 2 സെക്കൻഡിനുള്ളിൽ 4 ടയറുകളെ മാറ്റി കാറിനെ വീണ്ടും ട്രാക്കിലേക്ക് വിടുക. ആ മെക്കാനിക്കൽ കൃത്യത അത് കാണുന്നത് തന്നെ ഒരു കലയാണ്. നമുക്കിനി ഇതിന്റെ സാമ്പത്തിക വശത്തേക്ക് ഒന്ന് നോക്കാം. ഇതൊരു കോടികളുടെ കളി എന്ന് പറയുന്നത് വെറുതെയല്ല. ഒരു സിമ്പിൾ F1 കാർ നിർമ്മിക്കുവാൻ മാത്രം ഏകദേശം $15 ബില്യൺ, അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 125 കോടി രൂപയോളം ചെലവ് വരും. കേവലം ഒരു ഫ്രണ്ട് വിങ് മാത്രം തകർന്നാൽ അത് മാറ്റിവെക്കുവാൻ ഏകദേശം 1.5 കോടിയോളം രൂപ വേണം. ഒരു സെറ്റ് ടയറിന് ഏകദേശം 3 ലക്ഷത്തോളം വില വരുമ്പോൾ ഒരു റൈസ് വീക്കെൻഡിൽ മാത്രം ഓരോ ടീമിനും ലക്ഷക്കണക്കിന് രൂപയാണ് ടയറുകൾക്ക് വേണ്ടി മാത്രം ചിലവാക്കുന്നത്. എന്നാൽ ഇതിൽ ഒതുങ്ങുന്നതല്ല ഇതിന്റെ ചെലവ്. ആയിരക്കണക്കിന് എഞ്ചിനീയർമാരുടെ ശമ്പളം, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഗവേഷണങ്ങൾ, വൻകരകൾ കിടന്നുള്ള യാത്രകൾ, ഇങ്ങനെ നോക്കിയാൽ ഓരോ ടീമിനും ഒരു വർഷം ഭീമമായ തുക ചെലവ് വരുന്നുണ്ട്. പണക്കൊഴുപ്പുള്ള വലിയ ടീമുകൾ മാത്രം വിജയിക്കാതിരിക്കുവാൻ ഇപ്പോൾ ബഡ്ജറ്റ് ക്യാപ്പ് എന്നൊരു നിയന്ത്രണമുണ്ട്. ഒരു വർഷം ഒരു ടീമിന് ചെലവാക്കാൻ കഴിയുന്ന പരമാവധി തുക ഇന്ന് ഏകദേശം $135 ബില്യൺ, അതായത് ഏകദേശം 1200 കോടി രൂപ. ഓരോ മില്ലി സെക്കൻഡും ലാഭിക്കുവാൻ വേണ്ടി ടീമുകൾ മുടക്കുന്ന ഈ തുക കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇതൊരു സാധാരണ മത്സരമല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഒരു യുദ്ധമാണെന്ന്. എന്തിനു വേണ്ടിയാണ് ഈ കമ്പനികൾ കോടിക്കണക്കിന് രൂപ ഇതിനായി ചെലവാക്കുന്നത്? ഉത്തരം ലളിതമാണ്: ബ്രാൻഡ് വാല്യൂ. ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ട്രാക്കുകളിൽ വിജയിച്ചു കയറുന്ന കാറുകൾ ആ ബ്രാൻഡുകളുടെ വിശ്വസ്തതയും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നു. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ പായുന്ന പരസ്യ കപ്പലുകളാണ് ഓരോ കാറും. എന്നാൽ ഇതിലുപരി സാധാരണക്കാരായ നമുക്ക് ഇതിൽ വലിയ ഗുണങ്ങളുണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സാധാരണ കാറുകളിലെ പല സുരക്ഷാ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും പിറന്നത് ഇത്തരം റൈസിംഗ് ട്രാക്കുകളിലാണ്. പെഡൽ ഷിഫ്റ്ററുകൾ, ആക്റ്റീവ് സസ്പെൻഷൻ, ട്രാക്ഷൻ കൺട്രോൾ, ഡിസ്ക് ബ്രേക്കുകൾ എന്നിവയെല്ലാം ഇതിൽ ചിലത് മാത്രം. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഇന്ധനക്ഷമതയുടെ കാര്യത്തിലും F1 വിപ്ലവം സൃഷ്ടിച്ചു കഴിഞ്ഞു. സാധാരണ എഞ്ചിനുകൾ 30% മാത്രം ഊർജ്ജം നൽകുമ്പോൾ F1-ലെ ഹൈബ്രിഡ് എഞ്ചിനുകൾ 50%-ലധികം കാര്യക്ഷമത കൈവരിച്ചു കഴിഞ്ഞു. ഫോർമുല 1 എന്നത് വെറുമൊരു കായിക വിനോദമല്ല, അത് മനുഷ്യന്റെ ബുദ്ധിയുടെയും യന്ത്രത്തിന്റെ കരുത്തും തമ്മിലുള്ള ഒരു മനോഹരമായ ഒത്തുചേരലാണ്. വരും കാലത്ത് കാറുകൾ പൂർണ്ണമായും ഇലക്ട്രിക്കിലേക്ക് മാറുമ്പോഴും ഈ ആവേശം നിലനിൽക്കും. കാരണം മനുഷ്യൻ എന്നും വേഗതയും സാങ്കേതിക വിദ്യയും പ്രണയിച്ചവരാണ്. ഇനി അടുത്ത തവണ നിങ്ങൾ ഒരു റൈസ് കാണുമ്പോൾ ഇത് വെറുമൊരു മത്സരോട്ടമായി കാണരുത്. നൂറുകണക്കിന് മനുഷ്യന്റെ കഠിനാധ്വാനവും ശാസ്ത്രത്തിന്റെ മാജിക്കും കോടികളുടെ ബിസിനസ്സും ചേരുന്ന ഒരു മഹാസംഭവമാണ്. ഈ മത്സരങ്ങൾ ആസ്വദിക്കുവാൻ ഈ അറിവുകൾ നിങ്ങളെ സഹായിച്ചുവെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.